മുളകും പിന്നെ എന്താ പറയുക കറിവേപ്പിലയും കൂടി ഒന്ന് അങ്ങനത്തോട്ട് ഇടാൻ പോവാണ്. ചെറുതായിട്ട് ആവി വരുന്നുണ്ട്. കുറച്ച് മുളക്, തൊണ്ടമുളക് അല്ലേ, വഴറ്റിയ ഉണ്ടമുളക്. തൊണ്ടമുളക് പലർക്കും പല പേരാണ്. തൊണ്ടമുളക്, ഉണ്ടമുളക് എല്ലാം പറയും. ഇതെല്ലാം കൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങ് ശരിക്കും ഒന്ന് മിക്സാക്കി ഇളക്കി ഏകദേശം ഒരു പരുവായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മുക്കാ പരുവായിട്ടുണ്ട്. മണ്ണുണ്ട്. ഇനി ഇത് വീണ്ടും അടച്ചു വെക്കാൻ പോവാണ്. അപ്പൊ തുറക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ വിചാരിച്ച ആയിന്ന് ഇല്ല, വീണ്ടും പറ്റിച്ചു. വീണ്ടും അടച്ചു വെച്ചേക്കാണ്. ഇനി ഒരു 5 മിനിറ്റ്. അപ്പൊ എല്ലാം തയ്യാറായിട്ടുണ്ടെന്നാ തോന്നുന്നത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. മറ്റേ എന്താ പറയാ, നമ്മുടെ മസാലയുടെ ബാക്കി എല്ലാത്തിനും സ്മെല്ല് ശരിക്കും ആ ഫ്ലേവർ എനിക്ക് വീട്ടിൽ കിട്ടും. ആ മുളക് പൊക്കത്തിട്ടാറ് എനിക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ഉണ്ടമുളകിന്റെ ആ ഒരു മണല്ലേ, തൊണ്ടമുളക്, ഉണ്ടമുളക്, അതിന്റെ ഒക്കെ അടി പിടിച്ചിട്ടില്ല. നമ്മൾ അടച്ചു വെച്ചിട്ട് അങ്ങനെ ഇളക്കിയിട്ടില്ല, ഒറ്റ തവണ ഇളക്കിയുള്ളൂ. എന്നാലും അടി പിടിച്ചിട്ടുള്ളത്. അതെ, സംഭവം റെഡിയാകും. ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു പ്ലേറ്റ് അങ്ങോട്ട് മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റാം. പച്ചമുളകൊക്കെ അതിൽ വരണം. പച്ചമുളകും വരണോ അല്ലേ? അതെ, പച്ചമുളക്, തൊണ്ടനൊക്കെ മുളക് അതിൽ വരണം. അതെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കയും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം, കൊത്തിടിയപ്പം അവിടെ ഇരിപ്പുണ്ട്. അതെടുത്തിട്ട് വരാം. കൊത്തിടിയപ്പവും ചിക്കൻ ചുക്കയും 2 റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ചേട്ടാ കഴിക്കാം. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഫുഡ് വരുന്നുണ്ട്. വേറെ ചേട്ടാ വില്യംസ് അല്ലേ? താങ്ക് യു. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കയും ചപ്പാത്തിയും വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഇടിയപ്പം, കൊത്തിടിയപ്പം അതും വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ നമ്മൾ ശരിക്കും ഇത് ഒരെണ്ണം മാത്രമല്ലോ, അതിന് ബ്രാഞ്ചസ് ഉണ്ടോ? നമുക്ക് 3 ഷോപ്പുണ്ട്. എവിടേക്കാ? ഒന്ന് തൊട്ടപ്പുറത്ത് തന്നെ, തൊട്ടടുത്ത് ഇവിടെ തന്നെ. നമ്മുടെ ഇത് ശരിമറ സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാണ്. 3 ഷോപ്പും ഒറ്റ റോഡിൽ തന്നെ. അത് ഇവിടെ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ അപ്പുറത്തേക്ക് ആൾ വീണ്ടും തുടങ്ങിയത്? അത്രയ്ക്ക് ക്രൗഡാണ്. കിട്ടു. അപ്പൊ എല്ലായിടത്തും കൂടി ഓടി പോവാണ്. നമസ്കാരം. മാർക്കറ്റിൽ പോയല്ലേ? ഇത് നമ്മുടെ അജിച്ചേട്ടൻ, എൻ്റെ അനിയനാണ്. അപ്പൊ ഞാൻ 2 ബ്രദേഴ്സിന്റെ നടുക്കാണ്. അനിച്ചേട്ടൻ്റെ നടുക്കിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പൊ ഏട്ടാ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ എന്തായാലും ചപ്പാത്തി നമ്മുടെ ചിക്കൻ ചുക്ക മുളക് വേണമെന്നാണ്. അപ്പം മുളകും കൂടി ഇടാം. അതാണ് എൻ്റെ കോമ്പിനേഷൻ ആണല്ലേ? ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. പറഞ്ഞോളല്ലേ, എരിവുണ്ട്. നമ്മൾ കുരുമുളക് ഇട്ട് പൊലിച്ചു. ആ കുരുമുളകിൻ്റെ എരിവ് ശരിക്കും കിട്ടുന്നുണ്ട്. നമ്മളെ ഉണ്ടമുളകല്ലേ, എരിവുള്ള ഡിഷാണ്. അത് വേണം. വേണം. പിന്നെ മുളക് എരിവല്ലേ, കുഴപ്പമില്ല. ഇതിന് അത്രയ്ക്ക് എരിവില്ലല്ലേ മുളകിന്? അതുകൊണ്ടാണ് നമ്മൾ തൊണ്ടമുളക് ഇടുന്നത്. പച്ചമുളക് ഇട്ടാൽ കഴിക്കാൻ പറ്റും. എന്തിനാ കുരുമുളകിൻ്റെ എരിവുണ്ടല്ലോ? കുരുമുളകിൻ്റെ എരിവുണ്ടല്ലോ. എന്തായാലും ഇത് 2 കഴിച്ച് ഇനി നമ്മുടെ ഇത് ഇടിയപ്പം, കൊത്തു പൊറോട്ട കഴിച്ചിട്ടുള്ളത്, കൊത്തു ഇടിയപ്പം. മൈദയാണെന്നുള്ള ടെൻഷൻ വേണ്ട, എണ്ണ ഉണ്ടെന്ന് വേണ്ട. ആ ചിക്കനും എല്ലാം കൂടി ഒരു ഫ്രൈഡ് റൈസിന്റെ മയം വരും. ഫ്രൈഡ് റൈസിന്റെ ഒരു ഇത് മയം വരുന്നു. കാരണം എഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മുട്ട ചിക്കി ഇട്ടിട്ടുണ്ട്. ചിക്കനും അതേപോലെ തന്നെ ബോയിൽഡ് വെജിറ്റബിൾസും എല്ലാം ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒരു ഫ്രൈഡ് റൈസ് കഴിക്കുന്ന ടേസ്റ്റും, പക്ഷെ അത്രയ്ക്ക് എന്താ പറയുക ഹാനികരം അല്ല. നമ്മുടെ അത്രയ്ക്ക് ഓയിലും അധികം വേറെ അങ്ങനെ ഒന്നുമില്ല. നല്ല ഇടിയപ്പമാണ്. സോസ് ഒന്നും യൂസ് ചെയ്തല്ല. സോസ് ഒന്നും തൊട്ടിട്ടില്ല. നമ്മൾ പിന്നെ എന്താ പറയാ, ഇടിയപ്പമാണ് മെയിൻ കണ്ടന്റ്, വേറെ ഒന്നുമില്ല. നമ്മുടെ കൊത്തു പൊറോട്ട പോലെ പൊറോട്ട അല്ല. ഇതും പൊളിച്ചു. ഇപ്പം എന്തായാലും അജിച്ചേട്ടനും താങ്ക് യു. കാരണം ചിക്കൻ ചുക്കയും തന്നു, ഇതും തന്നു. അയ്യോ, ചിക്കനൊക്കെ കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അപ്പം ചിക്കനൊക്കെ ഞാൻ പാഴ്സൽ കൊണ്ടുപോകും. ഇത് 2 കഴിച്ചു. എന്തായാലും വളരെ താങ്ക്സ്, നന്ദിയുണ്ട്. കയ്യിൽ ഇതാണ്, ഒന്നും ക്ഷയിക്കാണ്ട് വരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ ഹോട്ടല് MD's, നമ്മുടെ സെക്രട്ടറിയേറ്റിന് നേരെയുള്ള റോഡ്, ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്ന റോഡിൽ കുറച്ച് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ചിക്കൻ പെരട്ടുന്നും ചിക്കൻ നെക്കുന്നും ചിക്കൻ ലിവറിനും ഒക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നേരെ വന്ന് നാരായണ ഭവൻ നേരെ വന്ന് കയറി വരൂ. ഇങ്ങോട്ട് ചോദിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിച്ചോളൂ. ചിക്കൻ പെരട്ടുണ്ട്, നമ്മുടെ ചിക്കൻ ചുക്കയുണ്ട്, നാടൻ വറുത്തരച്ച കോഴിക്കറിയുണ്ട്. അതുകൊണ്ട് എല്ലാം കിട്ടും ഇവിടെ.
ഫിഷിൻ്റെ എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതെ കണ്ടില്ലേ. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ ചേട്ടാ താങ്ക് യു. മൊത്തം കഴിക്കട്ടെ.